തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടെങ്കിലും കെ കരുണാകരന്റെ വാത്സല്യപുത്രിയായ പത്മജയ്ക്ക് ഏറെക്കാലം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമുണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിഞ്ഞതോടെ പത്മജ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുകയായിരുന്നു. കാര്യം നടക്കണമെങ്കിൽ ലീഡറെ കണ്ടിട്ട് കാര്യമില്ല, പത്മജയെ കാണണം. പത്മജ ലീഡറോട് ശുപാർശ ചെയ്യും, അങ്ങനെ കാര്യം നടക്കും. ഇതായിരുന്നു കെ കരുണാകരൻ എന്ന അതികായന്റെ പ്രതാപകാലത്ത് കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ അടക്കം പറച്ചിൽ. പത്മജയിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്ന നേതാക്കൾ പലരുമുണ്ട്. പക്ഷേ പത്മജയുടെ രാഷ്ട്രീയ പ്രവേശം ഒട്ടും എളുപ്പമായിരുന്നില്ല. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ പത്മജയെ സ്ഥാനാർത്ഥിയാക്കിയേ തീരൂ എന്ന് കരുണാകരൻ വാശി പിടിച്ചു. പക്ഷേ സഹോദരൻ മുരളീധരൻ ശക്തമായി എതിർത്തു. ഒടുവിൽ വിഷയം സോണിയാഗാന്ധിക്ക് മുന്നിലെത്തി. സോണിയാഗാന്ധി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തു. പത്മജയ്ക്ക് സീറ്റില്ല. അപമാനിക്കപ്പെട്ട കരുണാകരൻ അന്ന് സോണിയാഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയ്ക്ക് വേണ്ടി വീണ്ടും കരുണാകരൻ രംഗത്തിറങ്ങി. കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമെന്ന് കരുതുന്ന മുകുന്ദപുരത്ത് പത്മജയെ സ്ഥാനാർത്ഥിയാക്കിയേ തീരൂ. മനമില്ലാ മനസ്സോടെ ആന്റണി സമ്മതം മൂളി. പക്ഷേ CPIM-ലെ ലോലപ്പരമ്പാടൻ വൻ ഭൂരിപക്ഷത്തിന് പത്മജയെ തോൽപ്പിച്ചു. ആ പരാജയത്തിന്റെ ഉറവുണങ്ങാൻ ഏറെക്കാലമെടുത്തു. സഹോദരൻ മുരളീധരനിൽ നിന്നും അകന്നു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായി. ലഭിച്ചത് കോൺഗ്രസ് സുരക്ഷിത മണ്ഡലമെന്ന് കരുതുന്ന തൃശൂർ. ശക്തമായ ത്രികോണ മത്സരത്തിൽ ഏറെക്കാലങ്ങൾക്ക് ശേഷം തൃശൂർ കോൺഗ്രസിനെ കൈവിട്ടു. കോൺഗ്രസുകാർ പത്മജയെ പഴിച്ചു. പത്മജ കോൺഗ്രസുകാർ കാലുവാരിയെന്ന് പരിതപിച്ചു. KC വേണുഗോപാൽ, VD സതീശൻ, K സുധാകരൻ അച്യുതണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വിഴുങ്ങിയതോടെ പത്മജ തികച്ചും ഒറ്റപ്പെട്ടു. മടങ്ങിവരവിനായി താമര ചൂടുന്ന പത്മജയ്ക്ക് ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായ BJP രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് പിടിച്ചു നിൽക്കാനാവുമെന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്.